ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ഇട്ടോ. വെയ്യ സുഖമില്ല, പനിയൊക്കെയാണ് കേട്ടോ. പനി ജലദോഷമൊക്കെ പിടിച്ചിട്ടോ, സൈഡായി കിടക്കേരി. അപ്പൊ ഇന്ന് കല്യാണം ഉണ്ട് നമുക്ക്. എന്റെ ചെറുപ്പം 1ാം ക്ലാസ് മുതൽ ഒപ്പം പഠിച്ച ചെങ്ങായിന്റെ കല്യാണമാണ്. നമ്മളെ അയലോക്കക്കാരനാണ്, എന്റെ ചങ്ങായിയാണ്, ഒക്കെ കൂടിയാണ്. അപ്പൊ എന്റെ കല്യാണമാണ്. അപ്പൊ കല്യാണത്തിന് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിക്കാട്ടോ. ഇന്നലെ നമ്മള് കല്യാണത്തിനൊക്കെ പോയിന്, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു ഇതില്ലേനി, വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇന്നും വയ്യ, പക്ഷെ എന്നാലും ഞാൻ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച്. ചെക്കന്മാരൊക്കെ ഡ്രസ് കോഡൊക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. ഇവിടുന്ന് ഭാവയൊക്കെ ഡ്രസ് കോഡൊക്കെ ഇട്ട് പോയിക്കണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ. പോല് പോയി. അപ്പൊ ഇനി ബാക്കിൽ ഞങ്ങള് പോവാണ്. 12:30 ആയിട്ട് സമയം. നേരത്തെ പോണെന്നൊക്കെ കരുതി ഒരുങ്ങണതാ, പക്ഷെ ഒരുങ്ങി ഇങ്ങോട്ട് ആവൂല. എങ്ങോട്ടാണെങ്കിലും അങ്ങനെ നമ്മൾ നേരം വൈകി ഒരുങ്ങലും ഇതൊക്കെ കഴിയുമ്പോത്തിന് നമ്മളത് നേരം വൈകും. അപ്പൊ ഞമ്മള് കല്യാണത്തിനൊക്കെ പോവാട്ടോ. സുന്ദരി ഇതാ മാറ്റി റെഡി ആയിക്കണ്. ആരെല്ലാത്തിനോടെ സെലുവിന്റെ കല്യാണത്തിന് പോവാട്ടോ. സെലു എന്ന് പറഞ്ഞ പറയല്. അങ്ങനെ നമ്മള് കല്യാണത്തിന് പോവാണ് കേട്ടോ. വണ്ടിക്കാരനൊക്കെ വിളിച്ചിക്കണ്, നടക്ക് കേറ്. വണ്ടിക്കാരനെ വിളിച്ചിക്കണ്, വരാന്ന് പറഞ്ഞിക്കണ്. അത് സ്റ്റെപ്പൊന്നും കയറായില്ല. നല്ലൊരു മഴയും വരുന്നുണ്ട് കേട്ടോ. പെയ്യോ അതാന്ന് അറിയില്ല. എല്ലായിടത്തും തിരുമ്പിയതൊക്കെ മിറ്റത്താ, പെയ്ത പൊക്ക നനയും. ആയിസമ്മു എന്റെ ഒപ്പാന്ന് പറഞ്ഞിക്കാണ്ട് ഓലപ്പ കേറാതെ എന്റെ ഒപ്പം കേറി. അങ്ങനെ നമ്മൾ റോട്ടിനെത്തി കുറച്ചു നേരം കാത്തു നിന്നു കേട്ടോ. കുറച്ചു നേരം നിന്നാരെയാണ് വണ്ടി വന്നത്. അപ്പം പിന്നെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ്. പോയപ്പോഴൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. പോയി കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അടിപൊളി മഴ കേട്ടോ, പെരും മഴ. അപ്പം നമ്മൾ പറഞ്ഞ് തിരുമ്പിയതൊക്കെ ഇപ്പം നനഞ്ഞിണ്ടാവുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും മഴ ചോർന്നു കേട്ടോ. അവിടേക്ക് അത്ര ഇല്ലേനി മഴ. അങ്ങനെ നേരെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇതിലേക്ക് കല്യാണത്തിന് വരുന്നത്. അങ്ങനെ ചെന്നപ്പം അത് നമ്മളെ പുയ്യാപ്പിളിയും ഇമ്മയൊക്കെ സ്വീകരിക്കാനുണ്ടായിന്. ഞാൻ അവനോട് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ അവനങ്ങോട്ട് കുറവായി. പിന്നെ നമ്മളെപ്പോഴും പഠിച്ച എല്ലാവരും ഉണ്ടായിന് കേട്ടോ. 7ാം ക്ലാസ് ടീമൊക്കെ ഉണ്ടായിന്. ഓലൊക്കെ വന്നിന്. എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ കേട്ടോ. അങ്ങനെ നമ്മൾ അടിയിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ടാട്ടോ പിന്നെ നുറൂക്ക് കയറിയത്. അപ്പം നുറൂലാണ് സ്റ്റേജും ഇതും എല്ലാതും. ഫുഡൊക്കെ അടിയിലാണ് കേട്ടോ. അപ്പം പിന്നെ നുറൂക്ക് കയറണതിൻ്റെ മുന്നേ അടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നുറൂ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അടിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടോ. നല്ല ബീഫ് ബിരിയാണി ഒക്കെ ഇനി. പിന്നെ അതാ ഫോട്ടോ എടുക്കലും ഇതൊക്കെ. ഞങ്ങൾ പിന്നെ സ്റ്റേജിൻ്റെ മുന്നിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നതും ഇതൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ, എൻ്റെ കാക്കൻ്റെ. രണ്ടാളതും ഒപ്പാണ് കേട്ടോ കല്യാണം. പിന്നെ ഞങ്ങളിതാ ഞാനും മൂത്താപ്പൻ്റെ മോളും അതേപോലെ എൻ്റെ നാത്തും മോളും എല്ലാവരും ഒരേ കളർ ഡ്രസ്സാണ് കേട്ടോ. ഞങ്ങൾ അറിയാതെ അങ്ങനെ ആയിപ്പോയതാണ് കേട്ടോ. എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരൊക്കെ ചോദിച്ചു നിങ്ങൾ പുതിയാപ്പിളിൻ്റെ ആരാന്നൊക്കെ. ഒരേ കളർ ഡ്രസ്സ് ഇട്ടിട്ട് കോടാക്കിയിട്ടത് അരച്ചിട്ടുണ്ടാവും. പിന്നെ അത് നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ കയറി. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് ആ ഗിഫ്റ്റൊക്കെ കൈമാറിട്ടോ. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞ് പെരയിലെത്തിയതേ ഓർമ്മയുള്ളൂ കേട്ടോ. ഞാൻ പറ്റ സൈഡായി. കല്യാണത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് സുഖമില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമൊക്കെ ആയി, 2 ദിവസം 3 ദിവസമൊക്കെ ആയി. ഇപ്പോഴാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. തീരെ സൗണ്ടും ഇല്ല, പിന്നെ ശ്വാസം അയക്കാൻ പോലും കഴിയണില്ല കേട്ടോ. അന്ന് തന്നെ എനിക്ക് ശ്വാസം അയക്കാനൊന്നും കഴിയില്ല. സ്റ്റെപ്പൊക്കെ എങ്ങനെയോ കയറിയതൊക്കെ ഇനി. പിന്നെ കല്യാണത്തിന് പോവാതെ നിൽക്കാൻ കഴിയൂലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ കല്യാണത്തിന് പോയതാണ് കേട്ടോ. പിന്നെ ഓൻ്റെ കാക്കൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ. ഓൻ്റെ കാക്ക എൻ്റെ മോൻ്റെ ഒപ്പം പഠിച്ചതാണ്, എൻ്റെ ഒപ്പം പഠിച്ചതും കേട്ടോ. പോലെ രണ്ടാളെ കല്യാണം ഉണ്ടായിനി. ഒരു ദിവസം തന്നെ കേട്ടോ. നല്ല രസമുണ്ടായി കേട്ടോ കല്യാണമൊക്കെ കാണാൻ, രണ്ടാളതും കൂടിയായിട്ടേ. പിന്നെ 2 പുതിയണ്ണകളും ഇതൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലോ കല്യാണം. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരാളത് കഴിഞ്ഞ ആഴ്ച പെണ്ണിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ലോങ് ആയതുകൊണ്ട് തന്നെ ഓളെ വീട്ടിലത്തെ കല്യാണം കഴിഞ്ഞ് ഓളെ കൊണ്ടുവന്നീനി. പിന്നെ മറ്റോല് പിന്നെ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഓളെ കൊണ്ടുവരൽ ഇന്ന് തന്നെയാണ് കേട്ടോ. കല്യാണത്തിൻ്റെ അന്ന് തന്നെയാണ്. പിന്നെ ആ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മളെ നാട്ടിലൊരു കല്യാണം കൂടുന്നത് കേട്ടോ. ഇവിടുത്തെ കല്യാണങ്ങളൊന്നും അങ്ങനെ കിട്ടലില്ല നമ്മൾ കല്യാണം കഴിച്ച് പോയതിനോട്. പിന്നെ അതാ ഇവല് ബാവൻ്റെ ടീമാണ് കേട്ടോ. നല്ല രസം ഉണ്ടായിട്ടോ. ഇവരെല്ലാവരും കൂടിയായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ നിന്നപ്പോൾ എല്ലാം അടിപൊളിയായി. കല്യാണം ഓല് കൊണ്ടുപോയിട്ടോ. പിന്നെ 2 പുതിയാപ്പിളാരും ഓലും ഒക്കെ കൂടി അങ്ങോട്ട് ആയപ്പോൾ നല്ല രസം കേട്ടോ. ഇവല് ഫോട്ടോ എടുക്കാൻ കയറിയപ്പോഴൊക്കെ നല്ല രസം ഉണ്ടായിന്. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പുതിയണ്ണിനെ കൊണ്ടുവരാൻ തേടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ പോകാൻ ആവില്ല എന്ന് വിചാരിച്ചിരിക്കുക. എനിക്ക് ഒന്നാമത് സുഖമില്ല, പിന്നെ ഈ ഐസമോളെ കൊണ്ട് ഞാൻ അങ്ങനെ പോകലുമില്ല. ബസ്സിലും അല്ലേ, ഓളിങ്ങനെ ഇടങ്ങേറാക്കും കരുതിയിട്ട് ഞാനങ്ങനെ പോകലില്ല. ഇത് പിന്നെ എല്ലാവരും നിർബന്ധിച്ച് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോയിട്ടോ.
പോയി അടത്തി. ബസ്സിലാണെങ്കിൽ സീറ്റൊന്നും ഇല്ലേണ്ടോ, നല്ല തിരക്കിന്. പക്ഷേ രസമല്ലേ, കുറേ കാലത്തിന് ശേഷമാണ് അങ്ങനെ പോണതും. അങ്ങനെ ബസ്സിലൊന്നും വെച്ചോണ്ട് ഇപ്പോൾ ഉണ്ടായാൽ അങ്ങനെ പുതുക്കും തേട്ടോ അങ്ങനെ ഒന്നും പോയിട്ട് തന്നെ ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇവക്ക് അപ്പോൾ ഒരു ഇളകലായിരിക്കും. അപ്പം എനിക്ക് പേടിയാണ് ഓളി കൊണ്ട് അങ്ങനെ പോകാൻ. ഏതായാലും പഠിച്ചോ സഹായിച്ചിട്ട് അന്ന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ, ഇളകിയതൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോയി. പിന്നെ അവിടെ എത്തിയപ്പോൾ ഇതാ പോലെ പുതിയണ്ണിൻ്റെ എൻട്രിയും ഇതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. പിന്നെ 2 പുതിയണ്ണുകളതും ഒരേ ഡ്രസ്സും ഇനി കേട്ടോ. അപ്പം തന്നെ കാണാൻ നല്ല രസമാണല്ലോ. അപ്പം കല്യാണമൊക്കെ ഉഷാറേനി. അങ്ങനെ നമ്മളവിടെ എത്തി. കുറേ നേരം പിന്നെ ഓലെ ഫോട്ടോ എടുക്കണതും ഓള് വരുന്നതും അതൊക്കെ നോക്കി നിന്ന്. മറ്റേ അതും സ്റ്റേജിന്മേൽ കയറുമ്പോൾ ഉണ്ടല്ലോ അത് പൊട്ടണത്, അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വീഡിയോ ഓണാക്കി ഇങ്ങനെ നിന്നതാട്ടോ. പക്ഷേ അതങ്ങോട്ട് പൊട്ടണില്ല. ഓല് കയറുമ്പോഴല്ലേ പൊട്ടുള്ളൂ. അങ്ങനെ വീഡിയോ ഓണാക്കി നിന്ന് അവസാനം അത് പൊട്ടിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. നമ്മളെ കല്യാണത്തിനൊന്നും പിന്നെ ഇങ്ങനെ ഒന്നും ഇല്ലേനി കേട്ടോ. അപ്പം പിന്നെ വേറെ ഇത് കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് നിന്ന് കുറേ നേരം ഞങ്ങളവിടെ ഇരുന്ന് കേട്ടോ. പിന്നെ പോലെ നിക്കാതെ അന്ന് രാവിലെ ഇനി അതുപോലെ മഹർ ഇടലൊക്കെ അപ്പം തന്നെ ഇനി കേട്ടോ നമ്മൾ ചെന്നപ്പോഴേനി. അപ്പം പിന്നെ അതൊക്കെ കണ്ടിരുന്ന് ഐസമോളെ ഏതായാലും കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ മൂത്താപ്പൻ്റെ മകൻ്റെ കുട്ടിയായിട്ടൊക്കെ കമ്പനിയായി. പിന്നെ ഓൻ്റെ ഓളെ ഫോണൊക്കെ നോക്കി അങ്ങനെ നിന്ന് കേട്ടോ. പിന്നെ അത് പൊട്ടിയിട്ട് ഓള് കയറി. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. ആദ്യമായിട്ടാട്ടോ അങ്ങനെ ലൈവായിട്ട് കാണുന്നത്, ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ബർഗറും കോഫിയൊക്കെ ആണ് കേട്ടോ. അതൊക്കെ കുടിച്ച് പിന്നെ നേരെ നമ്മൾ പോരുമ്പോൾ അത് ആ കാറുമ്മേലെ ഇവൻ്റെ ചെറുപ്പത്തെ ഫോട്ടോ ഒക്കെ പോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ ചെക്കന്മാർ. ഞാൻ തന്നെ അത് കണ്ട് അന്തം വിട്ടു പോയിട്ട് ഇങ്ങനെ ഓനെന്ന്. അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മൾ വേഗം വന്ന് ബസ്സിൽ കയറിയിരുന്നു കേട്ടോ. അങ്ങോട്ട് പോയപ്പോൾ സീറ്റൊന്നും കിട്ടിയില്ല. ഇനി ഇങ്ങോട്ട് പോകുന്നപ്പോൾ പിന്നെ സീറ്റൊക്കെ കിട്ടിയിട്ടോ. പിന്നെ കുറേ ആൾക്കാർ വൈമേൽ ഇറങ്ങി. പിന്നെ അങ്ങനെ ബസ്സാകുമ്പോൾ നല്ല രസമാട്ടോ. എല്ലാവർക്കും ഒറ്റ വണ്ടിയിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം. പിന്നെ നല്ല രസമാണല്ലോ, പാട്ടും ഇതൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിക്കുക. ശരിക്കും ബസ്സാവണല്ലേ. ഞാൻ പിന്നെ അതാ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. മഞ്ചേരിയാണ് കേട്ടോ ഓഡിറ്റോറിയം. നമ്മളെ വീടും അവിടെ തന്നെ തോന്നുന്നുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. അങ്ങനെ ഐസമോളും ഇതാ പുറത്തെ കാഴ്ചയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി. നമ്മളെത്തിയ ബാക്കിൽ തന്നെ പെണ്ണും എത്തിട്ടോ. പെണ്ണും ചെക്കനും ഓലും എത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എങ്ങനെ ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടുക. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം മാറിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ എത്ര വെച്ചിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ഫോണിൽ വെക്കുകയെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുത്തതാട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ.